ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു എന്നിട്ട് പറഞ്ഞു ഈ സംഗണിക്കെതിരെ നീ ഒന്ന് പ്രതികരിക്കുമെന്ന്. ഞാൻ ആ വീഡിയോ കണ്ടപ്പം ആ സംഗണിക്കെതിരെ രണ്ട് വാക്ക് പറയണമെന്ന് എനിക്കും തോന്നി. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ സംഗികളല്ല സംഗിണികളാണ് സംഖ്യക്ക് വേണ്ടി പച്ചക്കള്ളവും വർഗീയതയും പറഞ്ഞായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മറ്റുള്ള ഒരു പാർട്ടിയിലും ഇതുപോലെ പച്ചക്കള്ളവും വർഗീയതയും പറഞ്ഞ ഒരു സ്ത്രീകളെയും നിങ്ങൾക്ക് എങ്ങനെ തപ്പിയാലും കിട്ടൂല. പക്ഷെ സംഘികള് സംസ്ഥാന സമ്മേളനമാണ് പച്ചക്കള്ളവും വർഗീയതയും പറഞ്ഞ സ്ത്രീകളെ കൊണ്ടുള്ള സംസ്ഥാന സമ്മേളനമാണ് സംഘികളുടെ സോഷ്യൽ മീഡിയയിൽ. നമുക്കെന്തായാലും ഈ സംഘിണി പറഞ്ഞ പച്ചക്കള്ളവും വർഗീയതയും ഒന്ന് കേട്ടിട്ട് വന്നാലോ? ബാ. ഗുജറാത്തിലെ ഒരു ഡോക്ടറിനെ അറസ്റ്റ് ചെയ്ത ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു തീവ്രവാദിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് ആവണക്കണ്ണയുടെ പൾപ്പാണ്. ആവണക്കണ്ണയുടെ പൾപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പോയിസൺ ഉണ്ടാക്കാൻ പറ്റും. അതായത് മനുഷ്യന് ഏറ്റവും മാനഹാനി സംഭവിക്കുന്ന ഒരു പോയിസൺ ആയിട്ടുള്ള റേസിൻ. അതിനാണെങ്കിൽ നമുക്ക് പ്രതിവിധികളൊന്നുമില്ല, അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചെറിയൊരു അംശം പോലും നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും, നമ്മൾ മരണപ്പെട്ടു പോകും. അതാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവരുടെ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കലർത്തുക. അതായത് നദികളിൽ, പുഴകളിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെ നിന്നാണ് വരുന്നത് ആ ഒരു മേഖലയിലേക്കൊക്കെ ഈ ഒരു ചെറിയൊരു പോയിസൺ കലർത്തി വിടുക. ഒന്ന് ആലോചിച്ചു, ഒരു നിരപരാധിയായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്നു, ആ നിരപരാധിയായിട്ടുള്ള ഒരാൾ മരിച്ചു വീഴുന്നു. ഇപ്പൊ ഈ കമന്റ് സെക്ഷനിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ചേട്ടന്മാരോടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിയുമ്പോഴേ ഈ എന്താണ് നമ്മുടെ ഈ ഇലക്ഷന് വേണ്ടിയിട്ടാണ്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയാനൊന്നും പിന്നെ സമയം ഉണ്ടാവില്ല. മനസ്സിലായോ? കാരണം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വന്തം രാജ്യത്തിനെതിരെ ഭീകരാക്രമണം നടത്താനും മാത്രം ദാരിദ്ര്യമൊന്നും നമ്മളുടെ ഇന്ത്യക്ക് ഇല്ല. ആൻഡ് സി, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്. ഇത് വെറും സംഗിണിയല്ല കേട്ടാ, ജെൻസി സംഗിണി, ജെൻസി കുലസ്ത്രീ ആയത്. നിങ്ങൾ ആരെങ്കിലും ഈ ജെൻസി സംഗിണി പറഞ്ഞ ഈ കഥ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എവിടാണെന്നല്ലേ, നമ്മളെ പട്ടാള സിനിമയിലെ മമ്മൂട്ടിന്റെ പട്ടാള സിനിമ, ആ സിനിമയിലെ ക്ലൈമാക്സ് രംഗമില്ലേ, ആ ക്ലൈമാക്സ് രംഗാണ് ഈ സംഗിണി ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ആ സിനിമയിലെ ക്ലൈമാക്സിൽ ഇതുപോലത്തെ ഒരു രംഗമുണ്ട്. കാരണം ആ ഗ്രാമത്തിലേക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ടാങ്ക് ഉണ്ടല്ല, ആ ടാങ്കിലാണ് തീവ്രവാദികൾ വിഷം കലർത്താൻ വരുന്നത്. ആ ഗ്രാമത്തിലെ മൊത്തം ആൾക്കാർ ആ വെള്ളം കുടിച്ചിട്ട് മരണപ്പെട്ടെന്ന് വെച്ചിട്ട് ആ കഥ ഏതോ ഒരു സംഘി ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ച് ആ കഥയെടുത്ത് വന്നിട്ടാണ് ഈ സംഘിണി ഇപ്പൊ പച്ച പൊട്ടത്തരം പറയുന്നത്. പിന്നെ ഇവള് കണ്ട ഈ വീഡിയോ തന്നെ ഇടക്കിടക്ക് നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ സംഘിണി, എന്റെ ജെൻസി സംഘിണി, നമ്മളെപ്പോൾ ഇന്ത്യക്കാർക്കുണ്ടല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉള്ളിലുണ്ടത് ഞാൻ ഇന്ത്യക്കാരനാണെന്നുള്ളത്. നിങ്ങൾക്ക് സംശയമാണ്, ഈ സംഖ്യക്ക് സംശയമാണ്. അതുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇന്ത്യക്കാരൻ, ഇടക്കിടക്ക് ഞാൻ ഭാരതീയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മളെ ഉള്ളിൽ ആ ബോധമുണ്ട്, രാജ്യസ്നേഹവും നമ്മൾ ഉള്ളിൽ തന്നെയുണ്ട്. ആ സാധനം നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തെടുക്കൂ. ഇല്ലാണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ട്, ഡ്രാമ കാണിക്കാൻ വേണ്ടിട്ട് അത് പുറത്തെടുക്കേണ്ട ആവശ്യം ഒരു ഇന്ത്യക്കാരനും ഇല്ല. അതായത് ഇന്ത്യയിലെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും ഞാൻ ഇന്ത്യക്കാരനാണെന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യം, ഒരു സംഘിനെയും ബോധിപ്പിക്കേണ്ട ആവശ്യം നിലവിൽ ഇന്ത്യയിലില്ല കേട്ടോ. നമുക്ക് ഈ ജെൻസി സംഘിണി, ചാണക സംഘിണി പറഞ്ഞ അടുത്ത ഡയലോഗ് കേട്ടിട്ട് വന്നാലോ? വാ. നമ്മളൊരു പാകിസ്ഥാൻ ജനതയോ സിറിയയിലെ ജനതയോ ഒന്നുമല്ല, നമ്മൾ ഇന്ത്യക്കാരാണ്. സോ ഇന്ത്യക്കാരനെ പറ്റി പറയുമ്പോ എന്നെ തീവ്രവാദിയാക്കാതെ പാകിസ്ഥാനെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊള്ളുന്നത്? എന്താണ് നിങ്ങൾക്ക് പാകിസ്ഥാനെതിരെ പറയുമ്പോൾ ഇത്ര കൊള്ളാൻ കാരണം? നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയല്ല നിൽക്കേണ്ടത്. ഓക്കെ, ഞാനൊന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നത് ടു ബേസിക്. സോ ഇന്ത്യക്ക് ഇത്ര വലിയ ദാരിദ്ര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വരുമ്പോൾ കൈയും നീട്ടി ഇരു കൈയും നീട്ടി സ്വീകരിക്കത്തില്ലായിരുന്നു. ഓക്കെ, സോ അത്രക്കും വലിയ ദാരിദ്ര്യമൊന്നും ഭാരതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ച എന്നെ തീവ്രവാദി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനെ പറയുമ്പോൾ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കണ്ടേ? ഓക്കെ, എന്തോ ആവട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തർ, ഇപ്പൊ നാളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സംഖ്യ എന്ന് മുദ്ര കുത്തും. നാളെ ഒരു കോൺഗ്രസ്സുകാരൻ വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ സംഖ്യ എന്ന് മുദ്ര കുത്തും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ സംഖ്യ എന്ന് മുദ്ര കുത്തും? എന്റെ ജെൻസി സംഘിണി ചാണകത്തോട് നമ്മൾ ആരെയാണ് സംഘി എന്ന് മുദ്ര കുത്തുന്നത് പറഞ്ഞിരട്ടെ. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് സംഘിണി തന്നെ, ഈ ജെൻസി സംഘിണി നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇന്ത്യക്കാരനാണെന്ന്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാണകങ്ങളില്ലേ, ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്ന ചാണകങ്ങളില്ലേ, അവരെയാണ് നമ്മൾ സംഘികൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായതെന്ന് വിചാരിക്കുന്ന കുറെ ചാണകങ്ങളുണ്ട്. അവരെയും നമ്മൾ സംഘികളായിട്ടാണ് കൂട്ടുന്നത്. അതായത് ജെൻസി സംഘിണി, നിന്നെ പോലത്തെ ചാണകങ്ങളെയാണ് നമ്മൾ സംഘികൾ എന്ന് വിളിക്കുന്നത്. പിന്നെ നീ ഇപ്പം പറഞ്ഞു പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ആർക്കോ കുരുപൊട്ടുന്നത്. ആർക്കാണ് കുരുപൊട്ടുന്നത്? നിങ്ങളെ സംഖ്യക്കാണ്. കാരണം നിങ്ങളെ വിശകലയില്ലേ, നിങ്ങളുടെ നേതാവായ വിശകലയാണ് പറഞ്ഞത് പാകിസ്ഥാൻ പുണ്യഭൂമിയാണെന്ന്. ആ പുണ്യഭൂമിക്ക് വേണ്ടി മൊത്തം ചാരപ്പണിയെടുക്കുന്നത് എല്ലാം ഹിന്ദു നാമധാരികളാണെന്നുള്ള ബോധം എന്റെ സംഘിണിക്കുണ്ടോ? എന്റെ ജെൻസി സംഘിണിക്കുണ്ടോ? ഇപ്പൊ എന്റെ ജെൻസി സംഘിണിക്ക് സംഘി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ജെൻസി സംഘിണിന്റെ അടുത്ത തള്ളു കേൾക്കാം. വാ. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല.
ഇന്ത്യ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. പണ്ട് മുതലേ നമ്മളെല്ലാവരും പഠിക്കുന്നതാണല്ലോ, നമ്മുടെ ഹിസ്റ്ററിയിലെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. ചരിത്രം പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചരിത്രം പഠിക്കണം. നമ്മുടെ ഈ NCERT ബുക്കിലുള്ള ചരിത്രം മാത്രമല്ല ചരിത്രം, അല്ലാതെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പൊ ഞാനിവിടെ വന്നിരുന്നിട്ട് ചരിത്രം നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. എന്റെ മോളെ, എന്റെ സംഗീണി മോളെ, നിങ്ങളെ ചരിത്രം നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കണ്ടട്ടാ. നിങ്ങൾ ഷൂ നക്കിയ ചരിത്രവും, നിങ്ങൾ മാപ്പ് പറഞ്ഞ ചരിത്രവും, നിങ്ങൾ ഗാന്ധിജിനെ ഇല്ലാണ്ടാക്കിയ ചരിത്രം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കാൻ വരണ്ടാട്ടാ. പിന്നെ നിങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന്, നിങ്ങളെ സംഘികളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. സംഘികളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നെന്നല്ലോ. അമ്മാരി പൊട്ടത്തരം ഉണ്ടല്ലോ, 4 മടക്കിയിട്ട് സംഘിന്റെ കീശ തന്നെ വെച്ചോ. ആ പൊട്ടത്തരം എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ, നാറി പണ്ടാറടങ്ങി പോവും എന്റെ ജെൻസി സംഘിണി. നമുക്ക് ജെൻസി സംഘിണി അവസാനമായി തള്ളുന്നതാണ്ടും കൂടി കേട്ടിട്ട് വരാം. വാ. ഏതൊരു ചെറിയ വ്യക്തി പോലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം, മനസ്സിലായോ? അല്ലാതെ അവള് എന്ന് വന്നതാ, അവൾ എന്ന് ജനിച്ചതാ എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനത്തെ ചിന്താഗതി കൊണ്ട് നടന്നിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പോഴത്തെ ബോംബ് ബ്ലാസ്റ്റിന്റെ വാർത്തകളൊക്കെ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും, നബിയുടെ കാര്യങ്ങളൊക്കെ. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് ഇന്ത്യക്കെതിരെ ചാരപ്രവൃത്തി നടത്തുകയും ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഉപ്പും ചോറും തിന്ന് ജീവിച്ചവന്മാരാണ് ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്തുന്നത്. അവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? ഞാൻ ഒരു മതത്തിനും എതിരല്ല, ഞാനെന്നല്ല ഓരോ ഇന്ത്യക്കാരും ഒരു മതത്തിനും എതിരല്ല, ഇന്ത്യ പോലും ഒരു മതത്തിനും എതിരല്ല. അതുകൊണ്ടാണ് ഹിന്ദു രാഷ്ട്രമായിരുന്ന ഇന്ത്യ മറ്റ് രാഷ്ട്രങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഇപ്പോ ഏറ്റവും വലിയ പ്രശ്നത്തിലായിരിക്കുന്നത്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായിരുന്നു പോലും. വെറുതെ അല്ല സംഗീണി നിന്നെയൊക്കെ ചാണക സംഗീണി എന്ന് വിളിക്കുന്നത്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് ഒരു ചരിത്രത്തിലും പറഞ്ഞില്ല. ആരാണ് പറഞ്ഞതെന്നറിയാം? നിങ്ങൾ RSS നേതാവ് മോഹൻ ഭാഗവത് ഇല്ലേ, മോഹൻ ഭാഗവതും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇല്ലേ, ഇവര് രണ്ടാളും പിന്നെ അത് കേട്ടിട്ട് കുറെ ചാണകങ്ങളാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇമാതിരി പൊട്ടത്തിലും ഇമാതിരി മണ്ടത്തിലും ഇത്രയും ആത്മവിശ്വാസത്തിൽ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കേട്ടില്ല, നീ സംഗീണി ആയിരിക്കണം, നീ സംഗിണി ആയേ പറ്റൂ. സംഗിണികൾക്ക് ഇമാതിരി പൊട്ടത്തരം ഇത്ര ആത്മവിശ്വാസത്തിൽ വന്ന് പറയാൻ പറ്റൂ. പിന്നെ അതിന്റെ ഇടക്കൂടെ സംഗിണി പറഞ്ഞു ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടാക്കിയത് മുസ്ലിം നാമധാരിയാണെന്ന്. അതായത് മുസ്ലിമിനെയാണ് മൊത്തത്തിൽ സംഗിണി ഉദ്ദേശിച്ചത്. എന്റെ ജെൻസി സംഗിണി ഉണ്ടല്ല, ഇന്ത്യന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുക്കുന്നത് ഹിന്ദു നാമധാരികളാണെന്നുള്ള കാര്യം അത് കേട്ടിട്ടുണ്ടായിന. വേറെ ആരുമല്ല പറഞ്ഞട്ടാ, BJP ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യയുടെ വിദേശകാര്യ ഉപദേഷ്ടാവായ അജിത് ഡോവൽ തന്നെയാണ് ആ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞത്. ഇനി അജിത് ഡോവലിനെ നിങ്ങൾ കമ്മിയാക്കുവോ, കൊങ്ങിയാക്കുവോ, സുഡാപ്പിയാക്കുവോ, എന്താണ് ചെയ്യുക? അതുകൊണ്ട് ദയവ് ചെയ്ത് ജെൻസി സംഗിണി ഈ പ്രായത്തിൽ ഇമാതിരി പൊട്ടത്തിലും വിവരമില്ലായ്മയും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്ര ആത്മവിശ്വാസത്തിൽ പറയല്ല കേട്ടാ. ഈ സംഗിണിന്റെ പൊട്ടത്തിറക്കുമുണ്ടല്ല, ഞാൻ ആ മീനാക്ഷി കുട്ടിയെ ഓർത്തു വന്ന് എത്ര വ്യക്തമായിട്ടാണ് ആ കുട്ടി നിലപാടുകളും കാര്യങ്ങളും സത്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നത്. ഈ സംഗിണിയാണെങ്കിൽ എത്ര വ്യക്തമായിട്ടാണ് പൊട്ടത്തരങ്ങളും മന്ദബുദ്ധിത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. മീനാക്ഷി കുട്ടി പ്രതീക്ഷയുടെ നാമ്പാണ് കണ്ടില്ല, ഈ സംഗിണി പ്രതീക്ഷയുടെ കരിഞ്ഞ നാമ്പാണ്. അപ്പൊ നമുക്ക് ഇടക്കിടക്ക് ഇതുപോലുള്ള സംഘികളെയും സംഗിണികളെയും പൊളിച്ചെടുക്കാം, സംഘികളുടെ കരിഞ്ഞ നാമ്പുകളെ പൊളിച്ചെടുക്കാം. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.